വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് 3ാമത്തെ ആവും അല്ലേ. നമ്മൾ മൂന്നെണ്ണം വെച്ചാൽ ആദ്യത്തെ 3 ഫിസിക്സ്, അത് കഴിഞ്ഞിട്ട് 4, 5, 6 കെമിസ്ട്രി, 7, 8, 9 ബയോളജി. അതിലെ 6ാമത്തെ ചാപ്റ്റർ കെമിസ്ട്രി ആവും ഞങ്ങളെ. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അതിൻ്റെ ഫുൾ നോട്ടുകളും നമ്മൾ ഈ ചാനലിൽ ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ 1ാമത്തെ പാർട്ട് ഇട്ടതാണ്, എന്നാലും അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിനകത്തിൽ മൊത്തം നോട്ടുകളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ടെസ്റ്റ് കൂടെ വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് ടെസ്റ്റ് ഓൾറെഡി നമ്മളെല്ലാം വായിച്ചതാണ്, ലാസ്റ്റ് ഒരു ഇച്ചിരിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് നോട്ട് നമുക്കിപ്പോൾ അങ്ങ് നോക്കാം. ഡെഫിനിഷൻ ഓഫ് മെറ്റൽസ്: സബ്സ്റ്റൻസ് ദാറ്റ് ഹാവ് ദ പ്രോപ്പർട്ടീസ് ലൈക്ക് ഹാർഡ്നെസ്, ലസ്റ്ററസ്, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോരിറ്റി ആൻഡ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് കാൾഡ് മെറ്റൽസ്. ലോഹങ്ങൾ എന്നാൽ എന്താണ്? കാഠിന്യം, തിളക്കം, വഴക്കം, ഡക്റ്റിലിറ്റി, സൊണോരിറ്റി തുടങ്ങിയ ഗുണങ്ങളും താപത്തിൻ്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകതയുമുള്ള വസ്തുക്കളെ ലോഹങ്ങൾ എന്ന് വിളിക്കുന്നു. 1ാമത്തെ കറക്റ്റായിട്ട് നമ്പർ ഇട്ട് എഴുതിയെടുക്കണം കേട്ടോ. 2, വിച്ച് മെറ്റൽസ് ആർ യൂഷ്വലി യൂസ്ഡ് ടു മേക്ക് കുക്കിംഗ് യൂട്ടൻസിൽസ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായിട്ട് എന്തെല്ലാം പദാർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അലൂമിനിയം, അയണ്, കോപ്പർ, സ്റ്റീല്. അലൂമിനിയം, ഇരുമ്പ്, ചെമ്പ്, സ്റ്റീല് എന്നിവയാണ്. 3ാമത്തെ, പ്ലേസ് എ സ്റ്റീൽ സ്പൂൺ ആൻഡ് എ വുഡൻ സ്പൂൺ ഇൻ വാട്ടർ ആൻഡ് ഹീറ്റ്. ടച്ച് ബോത്ത് ദ സ്പൂൺസ്. വിച്ച് ഈസ് മോർ ഹോട്ട്? വാട്ട് ഈസ് ദ റീസൺസ്? ദ സ്റ്റീൽ സ്പൂൺ ഈസ് മോർ ഹോട്ട്. It is because steel conduct heat, wood does not. അത് ഇംഗ്ലീഷുകാരെ അത് എഴുതണം കേട്ടോ. മലയാളംകാരെന്താ നിങ്ങളെ പറയുന്നത്? ഒരു സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിലിട്ട ശേഷം വെള്ളം തിളപ്പിക്കുക. 2 തവിയും തൊട്ടു നോക്കുക. ഏതിനാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? കാരണം എന്താണ്? ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? സ്റ്റീൽ തവിയാണ് കൂടുതൽ ചൂടാകുന്നത്. കാരണം സ്റ്റീല് താപത്തെ കടത്തിവിടുന്നു. അടുത്ത, വൈ ഇറ്റ് ഈസ് ദാറ്റ് നെവർ ഹാൻഡിൽ മെറ്റാലിക് ഒബ്ജക്റ്റ് ലൈക്ക് അയൺ വൈൽ ദെയർ ഈസ് ലൈറ്റ്നിങ്. ഇടിമിന്നലുള്ളപ്പോൾ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഡിസ്ചാർജ് happen during lightning. Metals like iron conduct electricity well, so there is a chance of getting electric shock. ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ വൈദ്യുതിയെ നന്നായി കടത്തിവിടുന്നുണ്ട്, അതിനാൽ മിന്നലേൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ റിവീൽഡ് ഇൻ ദീസ് സിറ്റുവേഷൻ. ഈ സന്ദർഭങ്ങളിലെല്ലാം ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഇവിടെ പ്രകടമാകുന്നത്? ഇടിമിന്നൽ ഏൽക്കുമ്പോൾ നമ്മളത് ഈ ചെമ്പ് കമ്പിയെ അല്ലേ, ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കയറി പിടിക്കരുത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അവിടെ ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് അവിടെ ഉണ്ടാകുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ താപചാലകത, തെർമൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. 5ാമത്തെ 6ാമത്തെ ചോദ്യം, ഡിവൈസും അതിൽ ഉപകരണങ്ങളും പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. നമ്മുടെ ടെസ്റ്റിനകത്തുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഏതാ? ചുറ്റികയുടെ പടം കേട്ടോ. ഹാമർ ഹാർഡ്നെസ് ആണ്, അത് കാഠിന്യമുള്ളതാണ്. സ്റ്റൗവിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, അത് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലേ, താപചാലകതയാണ്. വൈദ്യുത കമ്പി കൊടുത്തിട്ടുണ്ട്, പടവാണ് ഇതെല്ലാം കേട്ടോ നമ്മുടെ ടെസ്റ്റിലെ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്, വൈദ്യുത ചാലകമാണ്. പിന്നെ കുറേ ഓർണമെൻറ്റ്സിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, മാല, കമ്മലും ഒക്കെ അല്ലേ, അത് മെറ്റാലിക് ലസ്റ്റർ, തിളക്കമുള്ളതാണ്. ബെല്ലുണ്ട്, മണി, അത് സൊണോരിറ്റിയാണ്. ഈ പടമൊക്കെ ഓർത്തോണേ. 7ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ ഫെമിലിയർ നോൺ ടു നോ. ലോഹങ്ങളുടെ മറ്റെന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം? ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹാർഡ്നെസ്, കട്ടി കൂടുതലാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവനിലയാണ്. ഹൈ ബോയിലിംഗ് പോയിന്റ്, ഉയർന്ന തിളനിലയാണ്. ഹൈ ഡെൻസിറ്റി ഉള്ളതാണ്, ഉയർന്ന സാന്ദ്രതയുള്ളതാണ്. 7 എണ്ണം. ഓക്കെ,
എട്ടാമത്തത് ബേസ്ഡ് ഓൺ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർമുലേറ്റ് എ ഡെഫിനിഷൻ ഫോർ മെറ്റൽസ്. നമുക്ക് സവിശേഷതകളെ അടിസ്ഥാനമാക്കി ലോഹങ്ങൾക്കൊരു നിർവചനം പറയാനാണ്. മെറ്റൽസ് ആർ ജനറലി സോളിഡ് സബ്സ്റ്റൻസ് ഷോയിങ് ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹാർഡ് ലസ്റ്ററസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസർ സബ്സ്റ്റൻസുമാണ് അല്ലേ. ഉയർന്ന താപവും വൈദ്യുത ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യമുള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ ലോഹങ്ങളെന്ന് പറയുന്നത് അല്ലേ. വാട്ട് ഈസ് മാലിബിലിറ്റി? എന്താ ഈ മാലിബിലിറ്റി എന്നാൽ? മെറ്റൽസ് ക്യാൻ ബി ഫ്ലട്ടേൺഡ് ഇൻ ടു തിൻ ഷീറ്റ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ഈസ് മാലിബിലിറ്റി. ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ നമുക്ക് കഴിയും അല്ലേ. ലോഹങ്ങളുടെ ഈ സവിശേഷതകളെയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ടെസ്റ്റ് വായിച്ച് നമ്മൾ വിശദമായിട്ടെല്ലാം പറഞ്ഞതാണ്. പിന്നെ ഇത് നോട്ടെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. വാട്ട് ഈസ് ദ ബ്ലാക്ക് സ്മിത്ത് ഡൂയിങ്? അവിടെ ഒരു ഇരുമ്പ് പണി ചെയ്യുന്ന ഒരാൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഹാമറിങ് എ മെറ്റൽ പീസ് അല്ലേ. ചുറ്റിക കൊണ്ട് ഹാമറിങ് എ മെറ്റൽ പീസ്. ഇവിടെ ചുറ്റിക കൊണ്ട് ലോഹ കഷ്ണങ്ങൾ അദ്ദേഹം ബീറ്റ് അല്ലേ അടിക്കുകയായിരുന്നു. ഇങ്ങനെ അടിക്കുന്ന ഒരു പടം അവിടെ കൊടുത്തിരുന്നത് കേട്ടോ. അതൊന്നും ചോദിക്കത്തില്ല, റഫായിട്ട് അത് ടെസ്റ്റിലെ ചോദ്യം ഒന്നും എഴുതുന്നേ ഉള്ളൂ. വാട്ട് ഹാപ്പൻഡ് ടു ദ മെറ്റൽസ് വെൻ ഇറ്റ് ഈസ് ഹാമഡ്? ഈ ചുറ്റിക കൊണ്ട് ലോഹ കഷ്ണങ്ങൾ അടിക്കുമ്പോൾ അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മെറ്റൽസ് ഫ്ലാറ്റേൺസ് ഇൻറ്റു ഷീറ്റ്. ഈ ലോഹ കഷ്ണങ്ങൾ നമ്മൾ ഏത് ഷേപ്പിലായിട്ടാണോ അടിക്കുന്നത് അല്ലേ, അത് പരന്ന് അവിടെ തകിടായിട്ട് അങ്ങ് മാറുന്നു കേട്ടോ. ലോഹ കഷ്ണം പരന്ന് തകിടാകുന്നു. മെറ്റൽ ഫ്ലാറ്റൈൻ ഇൻറ്റു ഷീറ്റായിട്ട് അങ്ങ് മാറുന്നു. ഓക്കെ നിങ്ങളെ. അതായത് 12ാമത്തത് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്, ഗോൾഡ്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻസ് വെയർ മാലിബിലിറ്റി ഓഫ് മെറ്റൽസ് ആർ മെയ്ഡ് യൂസ് ഓഫ്. ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റോ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരുമായിരിക്കും കുഞ്ഞുങ്ങളെ. അത് നിങ്ങൾ കാര്യമാക്കണ്ട, നോട്ട് നോക്കി അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഏതെങ്കിലും വാക്ക് എന്തെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വായിക്കുന്നത്. ലോഹങ്ങളുടെ മാലിബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഒരു 4 ഉണ്ട്, 3 ഞാൻ പറയുന്നുള്ളൂ, 4 ഒരുപാടുണ്ട്. മെറ്റൽസ് ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ റൂഫിംഗ് ബിൽഡിങ്. കെട്ടിടത്തിൻ്റെയൊക്കെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ. അലൂമിനിയം ഫോയിൽസ് ആർ യൂസ്ഡ് ടു റാപ്പ് ടാബ്ലറ്റ് ആൻഡ് ഫുഡ് സബ്സ്റ്റൻസ്. ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലുകൾ. അതുപോലെ മെറ്റൽസ് ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് അൽമിറ അല്ലേ ആൻഡ് മെറ്റൽ ഫർണിച്ചർ. അലമാരകളും ഫർണിച്ചറുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ. 3 എഴുതിയിട്ടുള്ളൂ. ചോദ്യം മനസ്സിലാക്കണേ. ഗിവ് എക്സാമ്പിൾ ഫോർ സിറ്റുവേഷൻ വെർ മാലിയബിലിറ്റി ഓഫ് മെറ്റൽ. അടിച്ച് പരത്തി ഷീറ്റായിട്ട് കൊണ്ടുവന്നതാ നമ്മുടെ പെരയുടെ മണ്ടക്കിടുന്ന ഷീറ്റുകൾ അല്ലേ. നമ്മൾ ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറുകൾ, അത് ഒരു കണ്ടിട്ടുണ്ടോ? പിന്നെ അലൂമിനിയം ഫോയിൽ പേപ്പർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പിന്നെ നമ്മൾ ഈ അൽഫാം ചിക്കൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നൊരു കവർ അറിയത്തില്ലേ നിങ്ങൾ, ഒരു സ്റ്റീൽ കളർ സിൽവർ കളർ അതാട്ടോ. ഇനി അലമാരകളും ഫർണിച്ചറുകളും ഒക്കെ ഓരോ ഷേപ്പിലിരിക്കുന്നത് അത് ആ രീതിയിൽ അടിച്ച് പരത്തിയതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ഡക്റ്റിലിറ്റി. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വെരി തിൻ വയർ. ദീസ് പ്രോപ്പർലി ഈസ് എ ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റുന്നതിന്. മനസ്സിലായോ? മറ്റേത് നമ്മൾ ഷീറ്റായിട്ടും അലമാരയും അല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റുന്നതാണ് മാലിയബിലിറ്റി. പക്ഷെ ചെറിയ നൂൽ കമ്പിയൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, നൂലായിട്ട് നമ്മുടെ ഇലക്ട്രിക് വയറില്ലേ, നമ്മുടെ കറണ്ടിൻ്റെ വയറുണ്ടല്ലോ, ആ വയറിനകത്തൊക്കെ പോകുന്ന നൂൽ കമ്പികളൊക്കെ ഇല്ലേ, അതുപോലെ ആക്കണം എന്താ ഡക്റ്റിലിറ്റി. അത് കേട്ടോ, ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റുന്ന അങ്ങനെയുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. 14ാമത്തെ ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ്? ടങ്സ്റ്റൺ. വിച്ച് മെറ്റൽസ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫിലമെൻറ്റ് ഓഫ് ദ ഇലക്ട്രോണിക് ബൾബ് അല്ലേ? ടങ്സ്റ്റൺ ആണ്. സ്പെല്ലിങ് പഠിക്കണേ. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സ്വർണവും പ്ലാറ്റിനവുമാണ്. ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽസ്. അടുത്ത 17ാമത്തെ ചോദ്യം. ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് വേർ ദ ഡക്റ്റിലിറ്റി ഓഫ് മെറ്റൽസ് ആർ. മുമ്പ് നമ്മൾ സിറ്റുവേഷൻ മാലിയബിലിറ്റി പഠിച്ചായിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നോക്കണേ കുഞ്ഞുങ്ങളെ. മാലിയബിലിറ്റിയുടെ സിറ്റുവേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇത് ഡക്റ്റിലിറ്റിയുടെയാണ്. ഫിലമെൻ്റ് ഓഫ് ബൾബിൻ്റെ ഫിലമെൻറ്റുകൾ ഉണ്ടാക്കാൻ, ഇലക്ട്രിക്കൽ വയർ നിർമ്മാണ കമ്പികളുടെ നൂൽക്കമ്പികൾ ഉണ്ടാക്കാനും, ഓർണമെൻറ്റ്സുകൾ ചെയിനും വളയും അല്ലേ, വളയും മാലയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അത് നൂല് പോലെ ആക്കുന്നത്, മെറ്റാലിക് മെഷസും ആൻഡ് സ്പ്രിങ്സുകളും. ലോഹ നെറ്റുകളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നെറ്റ് അതുപോലെ സ്പ്രിങ് ഇതൊക്കെ വെറും കട്ടി കുറച്ചല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. 17ാമതായി
നോക്കിക്കേ. അടുത്ത 18ാമത്തെ ചോദ്യം എന്താണ് വൈദ്യുത ചാലകത? ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. All metals are electrical conductors. Silver is the best electrical conductor among the metal. The electrical conductivity of the metals such as silver, copper, gold, aluminum decrease in the following order. ഇത് ഓർഡറിൽ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെ വൈദ്യുത ചാലകത എന്നാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് കുഞ്ഞുങ്ങളെ വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. ഒരു മാർക്കിന് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലൂമിനിയം ഇവയെ വൈദ്യുത ചാലകത ചുവടെ നൽകുന്ന ഒരു ക്രമത്തിൽ എഴുതാനാണ്. ഏറ്റവും ടോപ്പിൽ വെള്ളിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം ചെമ്പാണ്, അതിനുശേഷം സ്വർണമാണ്, അതിനും ശേഷമാണ് അലൂമിനിയം വരുന്നത് കേട്ടോ. ഇത് ആ ഓർഡറിലൊന്ന് പഠിച്ചോണേ. ഓക്കെ, 18ാമത്തത്. അടുത്ത 19ാമത്തെ ചോദ്യം ഇവയിൽ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് വൈദ്യുത ബൾബ് നമ്മൾ പ്രകാശിപ്പിച്ചത്? യൂസ് ഓഫ് വിച്ച് ഓഫ് ദീസ് ഒബ്ജക്റ്റ് ലൈറ്റ് അപ്പ് ദ ബൾബ്? അലൂമിനിയം റോഡ് ഉണ്ട്, കോപ്പർ വയറുണ്ട്, പീസ് ഓഫ് റാസർ ബ്ലേഡ് ഉണ്ട് കേട്ടോ. റേസർ ബ്ലേഡാണ്, റേസർ ബ്ലേഡ് ഉണ്ട്. അലൂമിനിയം കമ്പിയും റേസർ ബ്ലേഡിന്റെ കഷ്ണവും ചെമ്പ് കമ്പിയും ഒക്കെയാണ് വൈദ്യുത ബൾബ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വീടുകളിൽ വൈദ്യുത വയറിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ചെമ്പാണ് കേട്ടോ. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് വയർ? കോപ്പറാണ്. പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രാൻസ്മിഷൻസ് ലൈൻ ഫോർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി? അലൂമിനിയമാണ് കേട്ടോ. അലൂമിനിയം. വൈ സിൽവർ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദീസ് പർപ്പസ്? വെള്ളി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ എന്താ നിങ്ങളെ വെള്ളി ഉപയോഗിക്കാത്തത്? നമ്മൾ പറഞ്ഞു അല്ലേ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് വെള്ളിയാണ്. എന്തുകൊണ്ടാണ് വെള്ളി ഉപയോഗിക്കുന്നത്? വെള്ളിക്ക് വില കൂടുതലാണ്, അതുപോലെ തന്നെ അത്രയൊന്നും നമുക്ക് കിട്ടത്തില്ല, ലഭ്യത കുറവാണ്, ലെസ് അവൈലബിലിറ്റി. സിൽവർ ഈസ് ദ ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി എമംഗ് മെറ്റൽസ്. ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളത് വെള്ളിക്കാണ്. ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് സിൽവറിന് അല്ലെങ്കിൽ വെള്ളിക്കാണ്. 23. 24ാമത്തെ ചോദ്യം എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? താപചാലകത എന്നാൽ എന്താണ്? വൈദ്യുത ചാലകത നമ്മൾ പഠിച്ചു അല്ലേ. എന്താ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിച്ചു. അതെന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണേ, തിരിഞ്ഞു പോകല്ലേ ഇത് കേട്ടോ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, താപചാലകത. പദാർത്ഥങ്ങൾക്ക് താപം കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങൾ താപചാലകത കൂടിയ പദാർത്ഥങ്ങളാണ്. ദ എബിലിറ്റി ഓഫ് substances to pass heat through them in the thermal conductivity. Metals have high thermal conductivity. കേട്ടോ. 25ാമത്തെ ചോദ്യം പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കാൻ അവയുടെ എന്തെല്ലാം സവിശേഷതകളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കാൻ അവയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഉപയോഗിച്ചത്? ഓക്കെ, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് മോർ സ്യൂട്ടബിൾ ഫോർ ദം ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്? തെർമൽ കണ്ടക്ടിവിറ്റിയും മാലിയബിലിറ്റിയും. ഇത് തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. തെർമൽ കണ്ടക്ടിവിറ്റിയും മാലിയബിലിറ്റിയുമാണ് അവിടെ കേട്ടോ. പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ അലൂമിനിയം വ്യാപകമായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വൈ ഡസ് അലൂമിനിയം ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, മാലിയബിൾ ആണ്, ഈസി അവൈലബിൾ ആണ്, ലെസ് എക്സ്പെൻസീവും ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടുതലും അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അടുക്കളയിൽ അല്ലേ, നേരത്തെ ആണെങ്കിൽ എല്ലാവർക്കും മൺപാത്രങ്ങളായിരുന്നു പണ്ട് കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് മാറി 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 അലൂമിനിയവും സ്റ്റീലും ഒക്കെ ആയിട്ട് മാറി അല്ലേ. ഇൻഡക്ഷൻ കുക്കറിലൊക്കെ നമ്മൾ സ്റ്റീൽ ഒക്കെയാണ് വെക്കുന്നത് അല്ലേ. സ്റ്റീൽ പാത്രങ്ങളിൽ ചായ ഇടാനും അങ്ങനെയുള്ളതല്ല. ഇപ്പം അതെല്ലാം മാറി ഗ്ലാസ്സിലോട്ട് മാറിയിരിക്കുകയല്ലേ. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, മാലിയബിള്, ഈസി അവൈലബിള്, ലെസ് എക്സ്പെൻസീവ്. ഉയർന്ന താപചാലകത, മാലിയബിലിറ്റി, ലഭ്യത കൂടുതലാണ്, വിലക്കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും അലൂമിനിയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 26. 27ാമത്തെ ചോദ്യം അലോഹമായ കാർബണിൻ്റെ 2 പ്രധാന രൂപാന്തരങ്ങളാണ് കുഞ്ഞുങ്ങളെ വജ്രവും ഗ്രാഫൈറ്റും കേട്ടോ. അത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. നോൺ മെറ്റൽ, അലോഹമായ മെറ്റൽ അല്ലേ, അലോഹമായ കാർബണിൻ്റെ 2 പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റ്. നിങ്ങളുടെ ബോക്സ് കേട്ടോ, നിങ്ങളുടെ ടെസ്റ്റിലെ ബോക്സൊക്കെ എഴുതിയിട്ടുണ്ട്.
അടുത്ത നമ്മൾ പഠിക്കുന്നത് സൊണോരിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഈ സൊണോരിറ്റി? നമ്മൾ ഈ മണിയുടെ സൗണ്ടില്ലേ കുഞ്ഞുങ്ങളെ, അതൊരു പ്രത്യേക സൗണ്ട് അല്ലേ, മണി അതാണ് കേട്ടോ. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെയാണ് നമ്മൾ സൊണോരിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസ് ക്യാൻ പ്രൊഡ്യൂസ് എ യുണീക്ക് സൗണ്ട് when striken with a hard object. This property is sonority. Give example for the situations where sonority is made of. നമ്മൾ എന്തിൻ്റെയൊക്കെ ആയിരുന്നു പഠിച്ചതെന്ന് ഓർത്തോണേ നിങ്ങൾ കേട്ടോ. ആൻഡ് ആ സിറ്റുവേഷനുകൾ ഇതിനകത്തിൽ ഒത്തിരി എണ്ണത്തിൻ്റെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് ഓർത്തോണേ കേട്ടോ. സിറ്റുവേഷനുകൾ, ബെല്ല്, ചർച്ച് ബെല്ല്, പള്ളിമണി, അമ്പലത്തിൽ കെട്ടിയേക്കുന്ന മണിയെല്ലാം ഒന്ന് തന്നെ കേട്ടോ. ചർച്ച് ബെല്ല്, പള്ളിമണികൾ, ബെല്ല്, അതായത് പിന്നെ സൈക്കിളിൻ്റെ ബെല്ലുണ്ട്, പിന്നെ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്തോണേ, ഏതെങ്കിലും ഒരു 2-3 എണ്ണം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്നാൽ എന്താണ്? ലോഹങ്ങളെ പുതിയതായിട്ട് മുറിച്ചതോ ഉരസിയതോ ആയ പ്രതലങ്ങൾക്ക് ഒരു തിളക്കമുണ്ടായിരിക്കും അല്ലേ. ഈ തിളക്കമാണ് ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ. ലസ്റ്റർ എന്ന് വെച്ചാൽ തിളക്കം എന്നാവും നിങ്ങളെ. മെറ്റാലിക് ലസ്റ്റർ എന്ന് വെച്ചാൽ ലോഹത്തിൻ്റെ ഉള്ള ഒരു തിളക്കം അല്ലേ, ലോഹദ്യുതി അതിനാണ് പറയുന്നത് കേട്ടോ. ഫ്രഷ്ലി കട്ട് ഓർ എറൈസ്ഡ് സർഫേസ് ഓഫ് മെറ്റൽസ് ഹാവ് എ ഷൈനിങ് അപ്പിയറൻസ്. ദിസ് ഈസ് മെറ്റാലിക് ലസ്റ്റർ. 30 എണ്ണമായിട്ടുണ്ട് കേട്ടോ. വൃത്തിയായിട്ട് എഴുതണേ. അടുത്ത 31ാമത്തെ ചോദ്യം, ലോഹദ്യുതി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വെയർ മെറ്റാലിക് ലസ്റ്റർ ഈസ് മെയ്ഡ് യൂസ്? സിറ്റുവേഷൻ നോക്കണേ. വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വെയർ മെറ്റാലിക് ലസ്റ്റർ ഈസ് മെയ്ഡ് യൂസ് ഓഫ്? മേക്കിംഗ് ഓഫ് ഓർണമെന്റ്സ്, ആഭരണങ്ങൾ നിർമ്മിക്കാൻ, ഇൻ റിഫ്ലക്ടറുകൾ അല്ലേ, അതുപോലെ തന്നെ ഐഡിയോൾസ് ആൻഡ് കോയിൻസ്, വിഗ്രഹങ്ങളും നാണയങ്ങളും ഒക്കെ തിളങ്ങാൻ വേണ്ടിയൊക്കെ കേട്ടോ. അടുത്ത, വാട്ട് ആർ ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ്? ലോഹങ്ങളുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാ? ഇതിനും ഹാർഡ്നെസ് ഉണ്ട്, ഹൈ ഡെൻസിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാ അല്ലേ. കാഠിന്യം കൂടിയ ലോഹങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അയണും കോപ്പറും ഗോൾഡും അലൂമിനിയം ഒക്കെ കാഠിന്യം കൂടിയതാണ്. സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് കുഞ്ഞുങ്ങളെ. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. വിച്ച് ആർ ദ മെറ്റൽസ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളോ? മെർക്കുറി, സീസിയം, ഗാലിയം. ഈ പറഞ്ഞ ഈ 3 എണ്ണമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഏറ്റവും കാഠിന്യമുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത്, ലിക്വിഡായിട്ടുള്ളതും ഒക്കെ തിരിഞ്ഞു പോകരുത് കേട്ടോ. 35 എണ്ണം. 36ാമത്തെ, ഗിവ് എക്സാമ്പിൾ ഫോർ മെറ്റൽസ് ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിന്റ്. താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങൾ ഏതെല്ലാം? ഗാലിയവും സീസിയവുമാണ്. ഗിവ് എക്സാമ്പിൾസ് ഫോർ മെറ്റൽസ് വിത്ത് ലോ ഡെൻസിറ്റി. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ഏതാ കുഞ്ഞുങ്ങളെ? സാന്ദ്രത കുറഞ്ഞത്. കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവയാണ് സാന്ദ്രത കുറഞ്ഞത്. ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ലോഹങ്ങളെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ അലോഹങ്ങൾ, നോൺ മെറ്റലുകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോൺ മെറ്റൽസുകൾ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ മെറ്റൽസ്, അലോഹങ്ങളുടെ സവിശേഷതകൾ. നോൺ മെറ്റൽസ് ആർ ജനറലി നോട്ട് ഹാർഡ്. അലോഹങ്ങൾക്ക് പൊതുവേ കാഠിന്യം കുറവാണ്. ദേ ഡു നോട്ട് എക്സിബിറ്റ് സൊണോരിറ്റി. സൊണോരിറ്റി അവിടെ പ്രകടിപ്പിക്കുന്നില്ല. ജനറലി ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്. സാധാരണയായിട്ട് അവിടെ താപചാലകങ്ങളല്ല. ജനറലി ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സാധാരണയായിട്ട് ഇതൊരു വൈദ്യുത ചാലകങ്ങളല്ല. ജനറലി ഷോ ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സാധാരണയായിട്ട് താഴ്ന്ന ദ്രവനില, തിളനില എന്നിവ പ്രകടിപ്പിക്കുന്നു. 5 എണ്ണം അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. നോൺ മെറ്റൽസുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണ്ടോ. 5 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. 38ാമത്തെയാണ്. 39ാമത്തെ ചോദ്യം, ടാബുലേറ്റ് ദ നോൺ മെറ്റൽസ് ഇൻ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് അല്ലേ. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള അലോഹങ്ങളെ തരം തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ഖരവും ഗ്യാസുമാണ് കുഞ്ഞുങ്ങളെ. ഖരവും ഗ്യാസും എന്ന് വെച്ചാൽ സോളിഡും ഗ്യാസുമാണ് കൂടുതലായിട്ടുള്ളത്. നിങ്ങൾ ലിക്വിഡായിട്ട് ബ്രോമിനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ബ്രോമിന്. അപ്പം ഖരം നമ്മുടെ ബോറോണ്, കാർബണ്, ഫോസ്ഫറസ്, ആഴ്സനിക് എന്നൊരുണ്ട്. ആഴ്സനിക്, സൾഫർ, സിലിക്കണ് ഇതെല്ലാം സോളിഡിൽ വരുന്നതാണ്. ഗ്യാസോ ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജന്, ക്ലോറിന്, ഹീലിയം, നിയോൺ, ആർഗൺ, ഫ്ലൂറിൻ, അയഡിൻ, ക്രിപ്റ്റൺ ഇതെല്ലാം എന്താണ്? ക്രിപ്റ്റോൺ ഇതെല്ലാം ഗ്യാസിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. നമ്മുടെ ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ബ്രോമിനെ ഒന്ന് മറക്കാതെ വെച്ചേക്കണേ കുഞ്ഞാൽ. ലിക്വിഡാണ് കേട്ടോ. ലിക്വിഡ് ബ്രോമിൻ.
ഓക്കെ, 40ാമത്തെ, കത്തി ഉപയോഗിച്ച് നമ്മൾ സോഡിയം മുറിച്ചപ്പോൾ രൂപം കണ്ട പ്രതലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തേ. അവിടെ നല്ല തിളക്കമുണ്ട്. ലുക്ക് അറ്റ് ദ ഫ്രഷി കട്ട് സർഫസ് ഓഫ് സോഡിയം. വാട്ട് ഈസ് ഒബ്സർവേഷൻ? നമ്മൾ സോഡിയത്തിനെ മുറിക്കുമ്പോൾ നല്ല തിളക്കമാണെന്നാണ് കുഞ്ഞുങ്ങളെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ലസ്റ്ററസ് ആണ്, തിളക്കമുള്ളതാണ്. ഇറ്റ് ഹാസ് എ ഗുഡ് ഷൈനിങ് അപ്പിയറൻസ് കേട്ടോ. അടുത്തത്, കീപ്പ് ഇറ്റ് ഓപ്പൺ ഇൻ ദ എയർ ഫോർ സം ടൈംസ് ആൻഡ് ഒബ്സർവ് വാട്ട് ചേഞ്ച് ഒക്കെ. അല്പനേരം അത് അതങ്ങോട്ട് മുറിക്കുമ്പോൾ നല്ല തിളക്കമാണെന്നാണ് പറയുന്നത്. എന്നാൽ വായുവിൽ തുറന്നു വച്ച ശേഷം നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിക്കാൻ, ദ ഷൈനിങ് അപ്പിയറൻസ് ഡിസപ്പിയേഴ്സ്. ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് എന്താ ആ തിളക്കം അങ്ങ് നഷ്ടപ്പെടുന്നു എന്നാണ് കേട്ടോ. സോഡിയത്തിൻ്റെ പ്രത്യേകത, നമ്മൾ മുറിക്കുമ്പോൾ നല്ല തിളക്കമായിരിക്കും, എന്നിട്ട് എന്താ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ അതങ്ങ് ഡിസപ്പിയർ ആവുമെന്ന് വെച്ചാൽ മാഞ്ഞു പോകുന്നു, അല്ലെ തിളക്കം നഷ്ടപ്പെടുന്നു കേട്ടോ. വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ദ ലോസിങ് ഓഫ് മെറ്റാലിക് ലസ്റ്റർ, അല്ലെ ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതെന്താണ് ആ സോഡിയത്തിൻ്റെ അങ്ങനെ ഷൈനിങ് അപ്പിയറൻസ് ഡിസപ്പിയർ ആയത് എന്തുകൊണ്ടാവും നിങ്ങളെ? എന്തുകൊണ്ടാണ്? സോഡിയം റിയാക്ട് വിത്ത് ദ കോമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ഫോംസ് കോമ്പൗണ്ട്സ്. സോഡിയം വായുവിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ച്, നമ്മുടെ വായുവുമായിട്ട് ഇതങ്ങ് പ്രവർത്തിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. കോമ്പൗണ്ട്, അല്ലെ, സംയുക്തങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിന് കാരണം. അടുത്തത്, സർഫേസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് അലൂമിനിയം ആൻഡ് കോപ്പർ ഗെറ്റ്സ് ടർണിഷ്ഡ് വൈറ്റ്. ടർണിഷ്ഡ് എന്ന് വെച്ചാൽ മങ്ങി, അല്ലേ. അലൂമിനിയം, ചെമ്പ് മുതലായവ കൊണ്ടുണ്ടാക്കിയ മിക്ക പഴയ വസ്തുക്കളുടെയും ഉപരിതലം മങ്ങിയിരിക്കുന്നതായിട്ട് കാണാം, ഇല്ലയോ കുഞ്ഞുങ്ങളെ? അലൂമിനിയം ആയാലും പണ്ടത്തെ അലൂമിനിയം കലമോ ചെമ്പ് പാത്രമോ ഒക്കെ നോക്കിയറിയാം, ഈ ചെമ്പ് പാത്രമോ കൂടുതലും, അല്ലേ. അതെന്തുകൊണ്ടാണ് അത് മങ്ങിയിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ദ കോമ്പോണൻസ് ഓഫ് എയർ ആൻഡ് ചേഞ്ച് ഇൻ ടു കോമ്പൗണ്ട്സ്. മിക്ക ലോഹങ്ങളും അന്തരീക്ഷവായുമായിട്ട് പ്രവർത്തിച്ച് വിവിധ സംയുക്തങ്ങളായിട്ട് ഇതങ്ങ് മാറുന്നതാണ് ഇതിന് കാരണം. 44ാമത്തെ ചോദ്യം, മഗ്നീഷ്യം റിബൺ കത്തിച്ചു നോക്കൂ. പിന്നെ ഇനി ഇത് മുതലുള്ള തോന്നുന്നു നമ്മൾ ടെസ്റ്റ് വായിക്കാനുള്ള കേട്ടോ. ഇതിനകത്ത് തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ, എത്രയും സമയം ലാഭം, അല്ലേ. മഗ്നീഷ്യം റിബൺ കത്തിച്ചു നോക്കൂ, എന്താണ് അവിടെ അവശേഷിക്കുന്നത്? ബേൺ എ മഗ്നീഷ്യം റിബൺ, വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്? ബേൺ എന്ന് വെച്ചാൽ കത്തിക്കുക എന്നാണ്. മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. മഗ്നീഷ്യം Mg, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇക്വേഷൻ എഴുതട്ടെ, മറക്കല്ലേ. അന്നേരം ഒരു വൈറ്റ്, നമ്മുടെ ഈ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, അന്നേരം ഒരുമാതിരി വെള്ളപ്പൊടി കാണുന്നില്ലേ? അതിനേക്കാൾ കുറച്ചുകൂടെ വെള്ള കളറാണ്, സാമ്പ്രാണി കത്തിനേക്കാട്ടിൽ കുറച്ചുകൂടെ വെള്ള കളറാണ് നമ്മുടെ മഗ്നീഷ്യം കത്തിക്കുമ്പോൾ കേട്ടോ. വൈറ്റ് പൗഡറാണ് നമുക്ക് കിട്ടുന്നത്. മഗ്നീഷ്യം combines with oxygen in the air and form magnesium oxide. മഗ്നീഷ്യം ഓക്സിജനോട് ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൽ ഉണ്ടായ മഗ്നീഷ്യം ഓക്സൈഡിനെ ഒരു ബീക്കറിലെ ജലത്തിലങ്ങ് ലയിപ്പിക്കൂ. നമുക്കവിടെ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. എന്നിട്ട് ആ മഗ്നീഷ്യം ഓക്സൈഡ് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തിലിട്ടാൽ, ചുവന്ന ലിറ്റ്മസ് പേപ്പർ എന്നിട്ട് എടുത്ത് അതിനകത്തിലോട്ടൊന്ന് മുക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്? എന്താ നിങ്ങളെ, മഗ്നീഷ്യം കത്തിച്ചപ്പം മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടി. ആ പൊടി എടുത്ത് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടതിന് ശേഷം ചുവന്ന ലിറ്റ്മസ് പേപ്പർ, അല്ലേ, നീലയും ചുവപ്പും ഒക്കെ നമുക്കറിയാം, ലിറ്റ്മസ് പേപ്പർ എടുത്ത് ഈ വെള്ളത്തിലോട്ട് മുക്കിയാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിസോൾവ് മഗ്നീഷ്യം ഓക്സൈഡ് ഇൻ വാട്ടർ ടേക്കൺ എ ബീക്കർ. വാട്ട് കളർ ചേഞ്ച് ഒക്വയർ വെൻ എ റെഡ് ലിറ്റ്മസ് പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്. എന്താ സംഭവിക്കുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ഇൻ ടു ബ്ലൂ ആയിട്ട്, ചുവന്ന ലിറ്റ്മസ് പേപ്പർ അവിടെ നീലയായിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അവിടെ അക്യൂസ് സൊല്യൂഷൻ, അക്യൂസ് സൊല്യൂഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് എ ബേസ്. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ജലീയ ലായനി ഒരു ബേസ് ആണ്. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു ജലീയ ലായനി കേട്ടോ, അക്യൂസ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ജലീയ ലായനി ഒരു ബേസ് ആണെന്ന് ഓർത്തോണം കേട്ടോ. 45ാമത്തെ ചോദ്യമാണ്. 46, ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ്. അലോഹ ഓക്സൈഡുകൾ. കാർബൺ കമ്പൈൻസ്, കാർബൺ 44 കഴിഞ്ഞതല്ലേ, ഓക്കെ. കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ്. റൈറ്റ് ഇക്വേഷൻ, അല്ലേ. അവിടെ 2 റൈറ്റ് ഇക്വേഷൻ വന്നില്ലയോ? എന്താവും നിങ്ങളെന്ന് പറഞ്ഞേ. റൈറ്റ് ഇക്വേഷന്, ഓക്കെ. കാർബൺ ഓക്സിജനുമായി സംയോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ രാസ സമവാക്യം എഴുതാൻ കാർബണിന് നമ്മൾ എന്താ പറയുന്നത്? സി എന്നാണ്. കാർബൺ സി ആണ്, ഓക്സിജന് O2 ആണ് കേട്ടോ. O2 രാസ
രാസസൂത്രം നമ്മളിതൊക്കെ ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഈസിക്കൽ ടു കാർബണും ഓക്സിജനും കൂടെ ചേർന്നപ്പോൾ സിയും O2 കൂടെ ചേർന്ന CO2 ആകുന്നു. ഹൗ ഈസ് സോഡ വാട്ടർ പ്രിപ്പയർഡ്? എങ്ങനെയാവും നിങ്ങൾ സോഡ വാട്ടർ ഈസ് സോഡ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? നമ്മൾ ഈ സോഡ മേടിക്കുന്നില്ലേ, ഈ സോഡ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? സോഡ വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അപ്ലൈയിങ് ഹൈ പ്രഷറിൽ. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പം മനസ്സിലായോ? എളുപ്പമല്ലേ? നമ്മളെ കൊണ്ട് പറ്റുമോ? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാ വെള്ളം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കണേ. CO2 എന്ന് വെച്ചാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ്. H2O എന്ന് വെച്ചാൽ എന്താ? വെള്ളം, ജലം. CO2ഉം H2O ചേരുമ്പോൾ എത്ര? H2CO3 ഉണ്ടാകുന്നു. H2CO3 ഉണ്ടാകുന്നു കേട്ടോ. സോഡ. ഡിപ്പ് എ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ എ സോഡ വാട്ടർ. വാട്ട് ഈസ് ദ ചേഞ്ച്? സോഡാ വെള്ളത്തിൽ ഒരു നീല ലിറ്റ്മസ് പേപ്പർ ഒന്ന് മുക്കി നോക്കുമ്പോൾ എന്താകും നിങ്ങളെ അവിടെ കാണുന്നത്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺ ഇൻ ടു റെഡ്. അതങ്ങ് ചുവപ്പായിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ റീസൺ? ഇതിന് കാരണം എന്താ? സോഡാ വാട്ടർ ഈസ് എ അസിഡിക് നേച്ചറാണ് അല്ലേ? സോഡാ വാട്ടർ കണ്ടെയ്ൻസ് കാർബോണിക് ആസിഡ് കേട്ടോ. സോഡാ വെള്ളം ഒരു കാർബോണിക് ആസിഡാണ്. അതുകൂടെ ഒന്ന് ഇതൊക്കെ വൺ വേഡിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്നാം തരം ക്വസ്റ്റ്യനാണ്. സോഡാ വാട്ടർ കണ്ടെയ്ൻസ് കാർബോണിക് ആസിഡ്. സോഡാ വാട്ടർ ഒരു അസിഡിക് നേച്ചറാണ്. 49. 50ാമത്തെ ചോദ്യം. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. അതൊരു ബോക്സ് ഇട്ടൊന്ന് എഴുതണേ നിങ്ങൾ കേട്ടോ. ലോഹ ഓക്സൈഡുകൾക്ക് പൊതുവെ ബേസിക് സ്വഭാവമാണ്. അലോഹ ഓക്സൈഡുകൾക്ക് പൊതുവെ അസിഡിക് സ്വഭാവവുമാണ് കേട്ടോ. ലോഹ ഓക്സൈഡുകൾക്ക് ബേസിക് സ്വഭാവവും അലോഹ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവവുമാണ് ഉണ്ടാകുന്നത്. അടുത്ത എന്താണ് ഈ കൊറോഷൻ എന്ന് വെച്ചാൽ? കൊറോഷൻ എന്ന് വെച്ചാൽ നാശം സംഭവിക്കുക എന്നാണ് അല്ലേ? മെറ്റലിന് കൊറോഷൻ ഓഫ് മെറ്റൽ എന്ന് വെച്ചാൽ ലോഹനാശനം എന്നാണ്. മെറ്റൽസ് റിയാക്ട് വിത്ത് വേരിയസ് കോമ്പോണൻസ് ഇൻ എയർ ആൻഡ് ചേഞ്ച് ഇൻ ടു കോമ്പൗണ്ട്സ്. ദീസ് പ്രോസസ് ഈസ് കാൾഡ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. അയൺ റസ്റ്റ്, മെറ്റൽസ് ലോസ് ദെയർ ലസ്റ്റർ, കോപ്പർ ടർണിഷസ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ലോഹങ്ങൾ, അതിൻ്റെ മലയാളം എന്താ നിങ്ങൾ? ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് അങ്ങ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയൊരു സംയുക്തങ്ങളായിട്ട് അതങ്ങ് മാറുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ കൊറോഷൻ ഓഫ് മെറ്റൽസ് അല്ലെ ലോഹനാശനം എന്ന് വിളിക്കുന്നത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതും ലോഹങ്ങളുടെയൊക്കെ തിളക്കം നഷ്ടപ്പെടുന്നതും ചെമ്പൊക്കെ വെളിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലാവ് പിടിക്കുന്നതും ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. കൊറോഷൻ ഓഫ് മെറ്റൽസിന് എക്സാമ്പിളാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ. 51ാമത്തെ. 52ാമത്തെ ചോദ്യം. രാസപ്രവർത്തന ശേഷി കൂടിയ സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. കാരണം എന്താണ്? രാസപ്രവർത്തന ശേഷി കൂടിയ സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കാറുള്ളത് എന്ന് പറയാൻ കാരണം എന്താണ്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ് സോഡിയവും പൊട്ടാസ്യവും. ആർ കെപ്റ്റ് ഇൻ കെറോസിൻ ഫൈൻഡ്. എന്താ നിങ്ങളെ? ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ക്വിക്ക്ലി റിയാക്ട് വിത്ത് ദ കോമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. സോ ദേ ആർ കെപ്റ്റ് ഇൻ കെറോസിൻ മെയിൻലി ടു അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് ദ എയർ ആൻഡ് മോയ്സ്ചർ. ഈ രാസപ്രവർത്തന ശേഷി കൂടിയ ലോഹങ്ങൾ, ആൻസർ നോക്കണേ. രാസപ്രവർത്തന ശേഷി കൂടിയ ലോഹങ്ങൾ വളരെ വേഗത്തിൽ വായുവിൻ്റെയും ഈർപ്പത്തിൻ്റെയും സാന്നിധ്യത്തിൽ രാസപ്രവർത്തനത്തിന് അങ്ങ് വിധേയമാകും. ഇതൊക്കെ വെളിയിലിട്ട് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ വെളിയിലിടുന്നതിനെ കുറിച്ചാവും നിങ്ങൾ. രാസപ്രവർത്തന ശേഷി കൂടിയ ലോഹങ്ങൾ വളരെ വേഗത്തിൽ വായുവിൻ്റെയും ഈർപ്പത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഇത് രാസപ്രവർത്തനത്തിന് അങ്ങ് വിധേയമാകുന്നു. വായുവും ഈർപ്പവും ആയുള്ള ഈ സമ്പർക്കം ഒഴിവാക്കാനാണ് അവർ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. നാരങ്ങ മുറിച്ച ശേഷം നന്നായി തുടയ്ക്കാതെ വെക്കുന്ന ഒരു ഇരുമ്പ് വേഗം തുരുമ്പ് പിടിക്കുന്നതിന് കാരണം എന്താണ്? അയൺ നെയില് കെപ്റ്റ് അല്ലേ? അയൺ നെയിലാണോ കെപ്റ്റ്? ഓക്കെ. കെപ്റ്റ് നോട്ട് ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കട്ടിങ് ലെമൺ റസ്റ്റ് ക്വിക്ക്ലി വൈ? അതായത് നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടോ നിങ്ങളെ? നാരങ്ങയ്ക്കകത്തിൽ സിട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഈ ആസിഡിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് വേഗം തുരുമ്പ് പിടിക്കുന്നു. ലെമൺ കണ്ടെയ്ൻസ് സിട്രിക് ആസിഡ് അല്ലെ? പ്രസൻസ് ഓഫ് അസിഡിക് ആസിഡ് സ്പീഡ്സ് അപ്പ് ദ പ്രോസസ് ഓഫ് റസ്റ്റിങ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ആസിഡിന്റെ സാന്നിധ്യത്തിലാണ് ഇരുമ്പ് വേഗം തുരുമ്പ് പിടിക്കുന്നതെന്ന്.
53. 54. സോർ സബ്സ്റ്റൻസ് ലൈക്ക് ടാമറിൻഡ് ആൻഡ് പിക്കിൾസ് ആർ നോട്ട് കെപ്റ്റ് ഇൻ മെറ്റാലിക് കണ്ടെയ്നർ. ഗീവ് എക്സാമ്പിൾ. അച്ചാറുകളും തൈരും ഇങ്ങനെയൊക്കെയുള്ള പുളിരുചിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല. കാരണം എന്താ? പുളിരുചിയുള്ള പദാർത്ഥങ്ങളിൽ പുളിരുചിയുള്ള, അതായത് തൈരും പിക്കിൾസും ഒക്കെ ആസിഡുകൾ അതിനകത്തിലെല്ലാം ആസിഡുകൾ, പുളിരുചി ഉണ്ടെങ്കിൽ അതിനകത്തിൽ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അച്ചാറുകളാണെങ്കിൽ അതിനകത്തിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു, തൈരിനകത്തിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. ലോഹപാത്രങ്ങൾ ഇവയുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതിനാൽ അച്ചാറുകൾ, തൈര് എന്നിവ ലോഹപാത്രത്തിൽ സൂക്ഷിക്കുന്നില്ല. സോർ ടേസ്റ്റിംഗ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ആസിഡ് അല്ലേ. There is a tartaric acid is tamarind, acetic acid in pickles. These acid may react with the metals and form compounds and also damage the containers. So these are not kept in metallic container. കേട്ടോ, ഞാൻ വായിക്കുന്ന ഒരു ഇച്ചിരി സ്പീഡിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നോട്ടങ്ങ് എഴുതി എടുക്കണേ കേട്ടോ. അടുത്ത 55 തീരാറായി. എല്ലാ ലോഹങ്ങളും വായുവിൽ തുറന്നു വെച്ചാൽ നാശം സംഭവിക്കാറുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഏതാ 53 പറഞ്ഞു, 54 നിങ്ങൾ അത് പറഞ്ഞു. 55 എല്ലാ ലോഹങ്ങളും വായുവിൽ തുറന്നു വെച്ചാൽ നാശം സംഭവിക്കാറുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഉണ്ടോ നിങ്ങൾ? ഡു ഓൾ മെറ്റൽസ് അണ്ടർഗോ കൊറോഷൻ വെൻ കെപ്റ്റ് ഓപ്പൺ ഇൻ എയർ? നോ. ദോസ് മെറ്റൽസ് വിച്ച് റിയാക്ട് വിത്ത് ദ കോമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഒൺലി അണ്ടർഗോ കൊറോഷൻസ് അല്ലേ. ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ എക്സെട്ര ഡു നോട്ട് ഈസിലി അണ്ടർഗോ കൊറോഷൻ. അന്തരീക്ഷവായുവിലെ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണ് നാശനത്തിന് വിധേയമാകുന്നത്. സ്വർണം, പ്ലാറ്റിനം, വെള്ളി മുതലായവ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണ്. ഇവ വേഗത്തിൽ നാശനത്തിന് വിധേയമാകുന്നില്ല എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ബാഡ് എഫക്റ്റ് ഓഫ് കൊറോഷൻ? ഈ ലോഹ നാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? ഇവിടെ ഈ കൊറോഷൻ എന്ന് പറയുന്നത് മെറ്റലിൻ്റെ ആണ്. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? ഇലക്ട്രിക് സർക്യൂട്ട്സ് ഡു നോട്ട് വർക്ക് പ്രോപ്പർലി. നമ്മൾ ഈ ലോഹങ്ങളൊക്കെ പന്നലായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതിന് ഉദാഹരണമാണ് ഇലക്ട്രിക് വൈദ്യുത സർക്യൂട്ടുകളൊന്നും പ്രവർത്തിക്കാതെ വരുന്നു. ഒബ്ജക്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ ഗെറ്റ് ഡാമേജ്ഡ്. ലോഹനിർമ്മിതമായ വസ്തുക്കളൊക്കെ ബലക്ഷയം മൂലം നശിച്ചു പോകുന്നു. ലെസ് ബ്യൂട്ടി ഓഫ് മെറ്റാലിക് ഒബ്ജക്റ്റ്. ലോഹ നിർമ്മിത വസ്തുക്കളുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. 56 ചോദ്യം. എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, എഴുതി എടുക്കണേ. 57 ചോദ്യം. വിച്ച് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ? നോക്കണേ നിങ്ങൾ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ഒന്ന് പെയിൻറ്റിങ് അല്ലേ, പെയിൻറ്റ് ചെയ്യുക. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെക്കുക. പിന്നെ യൂസ് ഓയിൽ ആൻഡ് ഗ്രീസ്. നമ്മൾ ഒന്നുകിൽ ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ എന്ത് ചെയ്യുക, തേച്ച് വെക്കുക. മേക്ക് നോൺ മെറ്റാലിക് കവറിങ്. അലോഹ ആവരണങ്ങൾ നൽകുക. അതിൻ്റെ മണ്ടയ്ക്ക് ലോഹമല്ലാത്ത അലോഹങ്ങൾ കവർ ചെയ്യുക. പിന്നെ കൺവേർട്ട് ഇൻറ്റു അലോയ്. ലോഹസങ്കരമായിട്ട് ഇതങ്ങ് മാറ്റുക. എന്തു ഈ അലോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഹസങ്കരങ്ങൾ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് എ മെറ്റൽസ് the other metals അല്ലേ. പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് എ മെറ്റൽസ് വിത്ത് അതർ മെറ്റൽസ് ഓർ നോൺ മെറ്റൽസ് ഈസ് ആൻ അലോയി. ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ലോഹസങ്കരങ്ങളെന്ന് പറയുന്നത് കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ, അവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഏതാ? അയണും കാർബണും കൂടെ ചേർന്നതാണ് അല്ലേ. ബ്രാസ് അല്ലേ. പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും കൂടെ ചേർന്നതാണ് അല്ലേ. ബ്രോൺസോ വെങ്കലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറും ടിന്നും കൂടെ ചേർന്നതാണ് കേട്ടോ. ടിന്നറിയാമോ? നമ്മളിട്ട് പഞ്ചസാര ഒന്നും ഇട്ട് വെക്കുന്ന ടിന്നല്ല കേട്ടോ, കോപ്പറും ടിന്നും. ഓക്കെ, അപ്പം 58 കുഞ്ഞിലെ 2 കൊണ്ട് 59. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് കൺവേർട്ടിങ് മെറ്റൽ ഇൻറ്റു അലോയ്സ്? ലോഹങ്ങളെ ലോഹസങ്കരങ്ങളാക്കുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ്? ക്യാൻ ആഡ് ബ്യൂട്ടി അല്ലേ, ഭംഗി കൂട്ടാൻ കഴിയുന്നു. ക്യാൻ പ്രിവെൻറ്റ് കൊറോഷൻ, ലോഹനാശനം തടയാൻ കഴിയുന്നു. ഗീവ് എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് അലോയി. ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോഹങ്ങൾക്ക് ഉദാഹരണം പറയാൻ ഏതൊക്കെയാണ്? കാർബണും ഫോസ്ഫറസുമാണ്.
മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡിയെ കുറിച്ചുണ്ടോ നിങ്ങളെ? നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം മെറ്റലുകളുണ്ട്? സോഡിയം, അയണ്, കാൽസ്യം, പൊട്ടാസ്യം, കൊബാൾട്ട്, സിങ്ക്, ഇങ്ങനെയൊക്കെയുള്ള ലോഹങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട് അല്ലേ? മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ പേര് ഓർത്ത് വെച്ചേക്കണം. വിച്ച് മെറ്റൽ ഈസ് പ്രസന്റ് ഇൻ ദ ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ്? ബ്ലഡിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? അയണ് അല്ലെ, ഇരുമ്പ്. രക്തത്തിൽ ഇരുമ്പാണ്. അതുപോലെ തന്നെ വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓഫ് ഹ്യൂമൻ ബോഡി? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ അല്ലേ തരുന്നത് ആ കാൽസ്യമാണ് കേട്ടോ. അപ്പോൾ 63 ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഞാൻ ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ലെറ്റേഴ്സസ് ഉണ്ട്. അതിനകത്തിൽ ഈ ഫസ്റ്റ് പേജിൽ ലോഹത്തിൻ്റെ പേരും അതിൻ്റെ സവിശേഷതയും പ്രതീകവും ചോദിച്ചിട്ടുണ്ട്. വെള്ളി എന്ന് പറയുന്നത് ഉയർന്ന വൈദ്യുത ചാലകതയുള്ളതാണ് അല്ലേ? അതിൻ്റെ സിമ്പിൾ എന്ന് വെച്ചാൽ AG ആണ്. AG. പ്ലാറ്റിനം എന്ന് പറയുന്നത് ഉയർന്ന ഡക്റ്റിലിറ്റി ആണ്. അത് PT കേട്ടോ. അതിൻ്റെ പ്രതീകം PT ആണ്. സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മാലിബിലിറ്റി ഉള്ളതാണ്, അടിച്ചു വരുത്താൻ കഴിവുള്ളതാണ് അല്ലേ? AU ആണ് കേട്ടോ. ഇനി ഇവിടെ കുറേ ഉണ്ട്. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാകുന്നത് ചെമ്പാണ് കേട്ടോ. ചെമ്പ്. ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് വെള്ളിക്കാണ്. കൈവെള്ളയിൽ വെച്ചാൽ ഉരുകി പോകുന്ന ലോഹം ഗാലിയമാണ്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. എല്ലുകളിലും പല്ലുകളിലും ലോഹത്തിൻ്റെ സാന്നിധ്യമുള്ളത് കാൽസ്യമാണ് കേട്ടോ. ഈ 3ഉം 4ഉം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും നിങ്ങളെ. നമ്മൾ ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഈ ചാപ്റ്ററിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കണം. എന്നിട്ട് കമൻറ്റ് പറയണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ പറയണേ നിങ്ങൾ കേട്ടോ. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.